ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. AC മൊയ്തീൻ്റെ വകുപ്പുകളിലും കടകംപള്ളി സുരേന്ദ്രൻ്റെ വകുപ്പുകളിലും മാറ്റം വരുത്തിക്കൊണ്ടാണ് തീരുമാനം വന്നിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയാണ് വകുപ്പുകൾ തീരുമാനിക്കേണ്ടത് എന്ന് CPM നേതൃത്വം പറയുമ്പോഴും വകുപ്പുകളിൽ തീരുമാനം ആയിക്കഴിഞ്ഞു. ഇത് ഇപ്പോൾ ഈ 6 മാസത്തെ പ്രവർത്തന മികവും അല്ലെങ്കിൽ മോശം പ്രവർത്തനം നടത്തിയതും ഇത് പരിഗണിച്ചുകൊണ്ടുള്ളതാണ് എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, അത് തീർച്ചയായിട്ടും പിണറായി വിജയന് ഒരു മികവ് പുലർത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടുള്ള ഒരു നേതാവാണ്. മികവ് അദ്ദേഹം എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നാണെങ്കിലും സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്നാണെങ്കിലും പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്നാണെങ്കിലും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം പുലർത്തിയിരുന്നത്. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നീട് AC മൊയ്തീൻ, അദ്ദേഹവും സഹകരണ മന്ത്രി എന്ന നിലയ്ക്ക് വളരെ പ്രഗത്ഭമായ രീതിയിലാണ് പ്രവർത്തിച്ചത്. പക്ഷേ അങ്ങേയറ്റം മികച്ചത് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും അദ്ദേഹത്തിന് കഴിയുന്നതിനപ്പുറത്തേക്ക് മികവോടുകൂടി പ്രവർത്തിച്ചു. അതിനേക്കാൾ മികച്ച വകുപ്പായ വ്യവസായം അദ്ദേഹത്തിന് നൽകുന്നു. അതെ, അതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ടൊരു പ്രോഗ്രസ് കണ്ടിട്ട് തന്നെയാണ് മഞ്ജുഷ ഇപ്പോഴത്തെ സഹകരണം നൽകുന്നത്. തീർച്ചയായിട്ടും സഹകരണ മേഖലയുടെ മന്ത്രിയാവുക എന്ന് പറയുന്ന കടകംപള്ളിക്ക് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും. പിന്നീട് കേരളത്തിലെ CPM MLA-മാരിൽ ഏറ്റവും മികവുള്ളവരാണ് ഇവർ എന്ന് പറയുന്ന അർത്ഥമില്ല. കാരണം ഇവരെക്കാൾ മികവുള്ളവർ പുറത്തുണ്ട്. പാർട്ടിയുടെ പരിഗണന കൂടി നോക്കണമല്ലോ. ഒരു കാര്യമുണ്ട് മഞ്ജുഷേ, കേരളം കണ്ട മന്ത്രിസഭകളിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള മന്ത്രിസഭ ആദ്യത്തെ EMS മന്ത്രിസഭയാണ്. ജോസഫ് മുണ്ടശ്ശേരി മുതൽ അങ്ങനെ പ്രഗത്ഭമതികളുടെ BR കൃഷ്ണയ്യർ നിരയായിരുന്നു. ആ ഒരു പ്രാഗൽഭ്യം അത് പിന്നീട് വന്ന ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിനോ ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റിനോ അവകാശപ്പെടാൻ പറ്റില്ല. അപ്പോൾ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് മണി മന്ത്രിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി, വർത്തമാന രീതി എന്താണ് എന്ന് നോക്കാം. അതാണ് ഞാനൊരു കടകംപള്ളിയും AC മൊയ്തീനും പ്രവർത്തിച്ച് കാണിച്ചതുപോലെ. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ആഭ്യന്തരം മുഖ്യമന്ത്രി കയ്യിൽ വെച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇപ്പോൾ വ്യവസായം ഇപ്പോൾ മന്ത്രിസഭയിൽ തന്നെ രണ്ടാമൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന AK ബാലന്റെ കൈവശം പോകേണ്ട ഒന്നായിരുന്നില്ലേ? അങ്ങനെ ഒരു ചിന്ത എന്തുകൊണ്ട് ഉണ്ടായിരുന്നില്ല? AK ബാലന്റെ പ്രവർത്തന മികവിലെ വൈകല്യം ഉണ്ടായിരുന്നു. എൻ്റെ വ്യക്തിപരമായി ഞാൻ അറിഞ്ഞത് ആദ്യഘട്ടത്തിൽ തന്നെ AK ബാലൻ നിങ്ങൾ വ്യക്തിശക്തി വകുപ്പ് ഏറ്റെടുക്കണം എന്നാണ് പിണറായി ബാലനോട് പറഞ്ഞത്. ബാലൻ പറഞ്ഞു, എന്നെ കൊണ്ട് വയ്യ, എനിക്കതിനുള്ള ആരോഗ്യമില്ല, എനിക്കൊണ്ട് പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊഴിഞ്ഞതാണ്. പിന്നീട് 1-2 വകുപ്പുകൾ കൂടി എടുക്കാൻ പിണറായി വിജയൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനൊന്നും തയ്യാറാഞ്ഞിട്ടാണ് അവർ കൊടുത്തത്. സ്വാഭാവികമായിട്ടും ബാലൻ നല്ല മികവുള്ള മന്ത്രിയാണ്, നല്ല കാഴ്ചപ്പാടും നന്നായിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള ആളും ആണ് ബാലൻ. അദ്ദേഹത്തിന് കുറച്ചും കൂടെ നല്ല വകുപ്പ് കൊടുക്കണം. അദ്ദേഹം പിന്മാറിയതാണ്. ഇനിയിപ്പോൾ വ്യവസായ വകുപ്പ് പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് വ്യവസായ വകുപ്പ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം പുരോഗതി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വകുപ്പാണ്. സ്വാഭാവികമായിട്ടും പുതിയ മന്ത്രി എങ്ങനെ ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെ വേണം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതേ കാഴ്ചപ്പാടാണോ താങ്കൾക്കുമുള്ളത്? AK ബാലനെ തഴയുന്നുണ്ടോ? ഇവിടെ പ്രവർത്തന വൈകല്യമാണോ അതിന് കാരണമാകുന്നത്? ഒരിക്കലും പ്രവർത്തന വൈകല്യമല്ല, അദ്ദേഹത്തിന് സീനിയോറിറ്റി ഇല്ലാത്തതുകൊണ്ടുമല്ല. ഇന്നിപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ശ്രീ ബാലൻ. അദ്ദേഹം കഴിഞ്ഞ VS-ൻ്റെ മന്ത്രിസഭയിൽ വിദ്യുച്ഛക്തി വകുപ്പും പട്ടികജാതി ക്ഷേമ വകുപ്പും വളരെ നല്ല രീതിയിൽ ഭരിച്ച ആളാണ്. യാതൊരു അപവാദത്തിനും ഇരയാകാത്ത ആളാണ്. യാതൊരു ആരോപണവും അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടില്ല. എല്ലാത്തിലും ഉപരി അദ്ദേഹം വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമുദായത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. ചവിട്ടി താഴ്ത്തപ്പെട്ട ഒരു സമുദായത്തിൽ നിന്ന് വരുന്ന ആളാണ്. ഏതാണ്ട് കോടിയേരി ബാലകൃഷ്ണോളം തന്നെ സീനിയോറിറ്റി അദ്ദേഹത്തിനും ഉണ്ട് ഈ പാർട്ടിയിൽ. ഞാൻ പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം SFIയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ് വ്യവസായ വകുപ്പ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, വളരെ സങ്കടത്തോടെ പറയട്ടെ, ഈ കേരള സംസ്ഥാനം ഉണ്ടായ അന്ന് മുതൽക്ക് EMS-ൻ്റെ മന്ത്രിസഭ മുതൽക്ക് ഇന്നേ ദിവസം വരെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പട്ടികജാതി ക്ഷേമ വകുപ്പ് അല്ലാതെ വേറൊരു വകുപ്പ് കൊടുക്കുന്ന പരിപാടിയില്ല. ഇത് വളരെ മോശമാണ്. ചാത്തൻ മാസ്റ്റർ ആണെങ്കിലും ശരിയാണ്, AK ബാലനാണെങ്കിലും ശരിയാണ്. AK ആന്റണിയെ പോലെ പ്രഗത്ഭനായ ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഡോക്ടർ MA കുട്ടപ്പൻ MBBS പാസ്സായ ആളാണ്. പക്ഷേ കുട്ടപ്പൻ ആരോഗ്യവകുപ്പ് കൊടുക്കണം എന്ന് ആന്റണിക്ക് പോലും തോന്നിയില്ല. കുട്ടപ്പന് കൊടുത്തത് പട്ടികജാതി ക്ഷേമ വകുപ്പായിരുന്നു. ആരോഗ്യവകുപ്പ് P ശങ്കരൻ എന്ന് പറഞ്ഞ വക്കീലിനാണ് കൊടുത്തത്. ഇതൊക്കെ സത്യത്തിൽ വളരെ നിർഭാഗ്യകരമാണ്. ഇവിടെ UP പോലെ വളരെയധികം ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് മായാവതി മുഖ്യമന്ത്രിയാകുകയും കേരളം പോലെ വളരെ പ്രബുദ്ധമെന്ന് നമ്മളൊക്കെ പറയുന്ന അല്ലെങ്കിൽ അഭിമാനിക്കുന്ന, നമുക്ക് ജാതിയില്ല എന്നൊക്കെ ഊറ്റം കൊള്ളുന്ന ഒരു സംസ്ഥാനത്ത് പട്ടികജാതിക്കാരനായ മന്ത്രിക്ക് പട്ടികജാതി വകുപ്പ് മാത്രം കൊടുക്കുകയും ചെയ്തത് ഒരു കാരണവശാലും നീതീകരിക്കാവുന്നതല്ല. അത് പിണറായി വിജയൻ ചെയ്താലും ശരിയാണ്, EMS നമ്പൂതിരിപ്പാട് ചെയ്താലും ശരിയാണ്, ആര് ചെയ്താലും ശരിയാണ്. ഇവിടെ 57 കഥ പറയുകയുണ്ടായല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മന്ത്രിസഭ രൂപീകരിച്ച അവസരത്തിലൊക്കെ പട്ടികജാതി വകുപ്പ് മാത്രമല്ല പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിമാർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ബാലൻ തന്നെ കഴിഞ്ഞ തവണ മന്ത്രിയായപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുത്തു. പട്ടികജാതി വകുപ്പല്ലല്ലോ, പട്ടികജാതി വകുപ്പും കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ സാംസ്കാരിക വകുപ്പുണ്ട്, നിയമവകുപ്പുണ്ട്, പട്ടികജാതി വർഗ വകുപ്പുണ്ട്, പിന്നോക്ക സമുദായ ക്ഷേമമുണ്ട്. ഇതെല്ലാം ബാലനാണ്. അപ്പോൾ ബാലന് ഇല്ലാത്ത അസംതൃപ്തി, നിരാശ നമ്മളെന്തിനാണ് പ്രകടിപ്പിക്കുന്നത്? ബാലൻ ഇതിനകത്ത് അസംതൃപ്തനല്ല. ഇവിടെ നേരത്തെ മിസ്റ്റർ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന പണി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കാര്യം ചെയ്യണമെന്ന് നിർബന്ധിച്ചാൽ ഒരു പാർട്ടി സഹായം എന്നുള്ള നിലയിൽ അയാൾ ഏക്കുമായിരിക്കാം. അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പട്ടികജാതിക്കാർക്ക് പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, മറ്റുള്ള ഗവൺമെൻറ്റുകളൊക്കെ ചെയ്ത പോലെ അല്ല ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്ന കാര്യം ഞാൻ ഓർപ്പെടുത്തും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അങ്ങനെ ഒരു തഴയൽ അവിടെ നടന്നിട്ടുണ്ട്, AK ബാലനെ അവഗണിച്ചു, അങ്ങനെ തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, അങ്ങനെ ഒരു തോന്നലൊന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല. പിന്നെ ശ്രീ ജയശങ്കർ പറഞ്ഞതിനൊരു അപവാദം കേരളത്തിലുണ്ട്. കാരണം ശ്രീ K കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് പട്ടികജാതി പട്ടിക വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് ശ്രീ KK ബാലകൃഷ്ണൻ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി സ്വയം മറ്റാർക്കും കൊടുക്കാതെ ഈ പട്ടികജാതി പട്ടികക്ഷേമ വകുപ്പ് ഏറ്റെടുക്കുകയും ശ്രീ KK ബാലകൃഷ്ണനെ ട്രാൻസ്പോർട്ട് മന്ത്രിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ അംഗീകരിച്ച ഒരു നേതാവാണ് ശ്രീ കരുണാകരൻ. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ ഈ ചർച്ചയിൽ പറയുന്ന പോലെ മന്ത്രിമാരുടെ പ്രാഗൽഭ്യത്തെക്കുറിച്ചോ അവരുടെ കഴിവുകളെക്കുറിച്ചോ അങ്ങനെ തെളിയിക്കാൻ ഈ 6 മാസക്കാലം ഒരു കാലയളവൊന്നുമല്ല. ഇവിടെ വിദ്യുച്ഛക്തി മന്ത്രിയുടെ ചില പ്രഖ്യാപനങ്ങളുണ്ട്. അദ്ദേഹമാണല്ലോ പറഞ്ഞ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അമ്പലങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നുണ്ട്, അത് ഞാൻ നിരോധിക്കാൻ പോവുകയാണ്. വളരെ വിവാദമായല്ലോ, ഇതുവരെ അതിനെക്കുറിച്ച് ഒരു തീരുമാനവും മന്ത്രി എടുത്തിട്ടില്ല. ആതിരപ്പള്ളിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞത് മന്ത്രിമാരുടെ കുറേ പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളതല്ലാതെ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വകുപ്പുകളിൽ ഈ മന്ത്രിമാർക്കുള്ള പ്രാഗൽഭ്യം തെളിയിക്കാനുള്ള അവസരം വന്നിട്ടുമില്ല. ആ അവസരത്തിലുള്ളൊരു കാലാവധിയായി 6 മാസക്കാലത്ത് ഞാൻ കാണുന്നുമില്ല. അതുകൊണ്ട് പ്രാഗൽഭ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ മുഖ്യമന്ത്രി ഈ വകുപ്പ് പുനർനിർണയം നടത്തുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ സമ്മതിക്കുന്നില്ല. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, താങ്കൾ പറഞ്ഞു AK ബാലന് ഇല്ലാത്ത അസംതൃപ്തി എന്തിനാണ് ബാക്കിയുള്ളവർക്കുള്ളതെന്ന്. അപ്പോൾ EP ജയരാജന് അസംതൃപ്തി ഉണ്ടോ? അദ്ദേഹം ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുകയും പിന്നെ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തുവല്ലോ. അദ്ദേഹം സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്ത് അദ്ദേഹം കൂടെ ഇരുന്നെടുത്ത തീരുമാനമാണല്ലോ. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹത്തിന് അസൗകര്യം ഉണ്ടായിരുന്നു, നേരത്തെ തീരുമാനിച്ച പരിപാടിക്ക് അദ്ദേഹം പോയി. ഇത്രയേ ഉള്ളൂ അതിനകത്ത് വ്യാഖ്യാനിക്കാനായിട്ടൊരു വകയില്ല. ശ്രീ അഡ്വക്കേറ്റ് A ജയശങ്കർ, EP ജയരാജൻ തൃപ്തനാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ പറയുകയുണ്ടായി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല എന്ന്. അല്ല, EP ജയരാജൻ്റെ തൃപ്തിക്കോ അതൃപ്തിക്കോ അസംതൃപ്തിക്കോ ഒന്നും ഇതിൽ വലിയ പ്രസക്തിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാജി എന്ന് പറഞ്ഞാൽ അടഞ്ഞ അധ്യായമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ വേറെ ഒരു ആരോപണമല്ല ഉണ്ടായത്. അദ്ദേഹത്തിനെതിരെ വളരെ വസ്തുനിഷ്ഠമായ രീതിയിൽ ചില കാര്യങ്ങൾ വന്നു. അദ്ദേഹത്തിൻ്റെ വീഴ്ച പൊതുസമൂഹത്തിന് ബോധ്യമായി, പാർട്ടിക്ക് ബോധ്യമായി, സർക്കാരിന് ബോധ്യമായി, മുന്നണിക്ക് ബോധ്യമായി. അദ്ദേഹം രാജിവെച്ചു പോകാൻ നിർബന്ധിതനായി. ഇനിയിപ്പോൾ അദ്ദേഹം തൃപ്തനാണെങ്കിൽ എന്ത്, അതൃപ്തനാണെങ്കിൽ എന്ത്, അസംതൃപ്തനാണെങ്കിൽ എന്ത്, അതൊന്നും ഇതിനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. EP ജയരാജൻ ഇവിടെ ഒരു വിഷയമേ അല്ല. പിന്നെ ബാലനില്ലാത്ത അതൃപ്തി ജയശങ്കറിനുണ്ടാകുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്ന ആളാണ്. ബാലന് അതൃപ്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇവിടെ ബാലൻ പ്രതികരിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവരുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഒരു പ്രതിനിധി ഇവിടെ ഇല്ലല്ലോ ഇത് പറയാനായിട്ട്. നിങ്ങൾ പുലയ മഹാസഭയുടെയോ അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാനത് പറയണ്ടേ? എനിക്കൊരു ഉത്തരവാദിത്വമില്ലേ? ശരി, നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ NM പിയേഴ്സൺ. ഇനി അകമ്പുറം.